നെന്മാറ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യുമ്പോൾ സുരക്ഷയ്ക്കാവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ നൽകി. പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് സുരക്ഷാ ഉപകരണങ്ങൾ നൽകിയത്. ഗ്ലൗസ്, ബൂട്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നിവ ഓരോ തൊഴിലാളിക്കും നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് CC സുനിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഇവിടെ എല്ലാവർക്കും അറിയാം, തൊഴിലുറപ്പ് പണി ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ പണി തുടങ്ങുന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും ഇല്ല. എന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് വഴിയിൽ തുടങ്ങണം എന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ബൂട്ടും അതുപോലെ തന്നെ കയ്യുറയൊക്കെ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇനിയുള്ള പണികൾ മെറ്റീരിയൽ വർക്കാണ്. അപ്പോൾ അത്യാവശ്യം സിമെൻറ്റ് കലക്കാൻ, കലവച്ചട്ടി എടുക്കാൻ, അതുപോലെ തന്നെ സിമെൻറ്റിലും കട്ടയിലും കല്ലിലും ഒക്കെ ഉള്ള വർക്കിന് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ബൂട്ടും ഗ്ലൗസും ഒക്കെ. അത്യാവശ്യം എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ടായാൽ അതിന് അത്യാവശ്യം വെച്ച് കെട്ടാനുള്ള പഞ്ഞിയും സീസറും അതുപോലെ ബാൻഡേഡുകൾ, ഗ്ലിസറിനും എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിയേണ്ടിയിരിക്കും. ഇപ്പോൾ ഇന്നലെ കേട്ടത് ഗവൺമെൻറ് 100 ദിവസം പിന്നിട്ട തൊഴിലാളികൾക്ക് ഓണത്തിന് 1200 രൂപ കൊടുക്കണമെന്നാണ് കേട്ടത്. പക്ഷേ കണക്ക് നോക്കുമ്പോൾ 100 ദിവസം പിന്നിട്ട ആൾക്കാർ വളരെ കുറവായിരിക്കും. നമ്മുടെ അവിടെ തന്നെ 100 ദിവസം പിന്നിട്ട് എത്ര ആൾക്കാരുണ്ടാകുമെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. ഇപ്പോൾ പുതിയ തൊഴിൽ പദ്ധതി അനുസരിച്ച് 125 ദിവസമാണ് തൊഴിൽ ദിനങ്ങൾ. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR നാരായണൻ അധ്യക്ഷനായി. സൗമ്യ വിജയ്, C പ്രകാശൻ, സുബജ, മുരളീധരൻ, പ്രവീണ സെന്തിൽ, സംഗീത നാരായണൻ, ലിജേഷ്, സൽമാൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.